കഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടേ ഒരുപാട് കാലം പോകേണ്ടി വന്നു. പഠിക്കുന്ന സമയത്തെ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടുകൊണ്ടിരുന്നിരുന്ന ഒരു സബ്ജക്റ്റാണ് സാമൂഹ്യ ശാസ്ത്രം, അതായത് സോഷ്യൽ സയൻസ്. ഇതിലെ ഈ വർഷങ്ങളും അതിൻ്റെ മാസങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. കാരണം 1947, 1960, 1980 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കായാലും കൺഫ്യൂഷൻ വന്നു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ചീത്ത ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് യാത്ര ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് നമുക്കറിയണം എന്ന് തോന്നിയിട്ട് നമ്മൾ പഠനം നടത്തുമ്പോഴാണ് കുറച്ചും കൂടി നമുക്കതിനെ പറ്റിയിട്ട് അറിയാമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൈസൂർ പാലസിൻ്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ 1-2 ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് അത് കേൾക്കേണ്ടി വന്നുള്ളൂ. പിന്നെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയണം എന്ന് ആഗ്രഹം തോന്നിയിട്ട് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാലസാണ് മൈസൂർ പാലസ്. കാരണം ഒരുപാട് നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ കർണാടകയിൽ തന്നെ മൈസൂർ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പാലസാണ് ഈ ഒരു മൈസൂർ പാലസ് എന്ന് പറയുന്നത്. അതിന് അംബാവിലാസ് പാലസ് എന്നും അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതി കൂടിയായിരുന്നു ഈ ഒരു കൊട്ടാരം. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഒരു മൈസൂർ പാലസ്. ഓരോ വർഷം 27 ലക്ഷം സഞ്ചാരികളാണ് ഈ ഒരു കൊട്ടാരം സന്ദർശിക്കുന്നതെന്നാണ് കണക്കാക്കി വരുന്നത്. ഇന്ത്യൻ സഞ്ചാരികൾക്ക് 120 രൂപയും വിദേശികൾക്ക് 1000 രൂപയാണ് നമുക്ക് ഇതിനകത്തേക്കുള്ള പ്രവേശന ഫീസായിട്ട് അവർ ഈടാക്കുന്നത്. പാലസിൽ വരുന്ന പലർക്കും ഇത് ഒറിജിനൽ ആനത്തലയാണെന്ന് അറിയാറില്ല. തൻ്റെ പ്രജകളെ ശല്യം ചെയ്തിരുന്ന 2 കൊലകൊമ്പന്മാരെ രാജാവ് വേട്ടയാടി അവരുടെ തലയെടുത്ത് ഇവിടെ ഭിത്തിയിൽ തറച്ചതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കാൻ അവർ വർഷാവർഷം അത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതുവഴിയാണ് അത് നിലനിർത്തുന്നത്. എനിക്കതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. ഞാനിതിൻ്റെ മുന്നേ പോയിട്ടുണ്ടെങ്കിലും അത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിലാണ് ഈ ഒരു മൈസൂർ പാലസിൻ്റെ നിർമ്മാണം ഉള്ളത്. അതായത് ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യയുടെ സങ്കര രൂപമാണ് ഈ ഒരു ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ എന്നുള്ളത് പറയുന്നത്. മാർബിളിൽ തീർത്ത അർദ്ധകുംഭകങ്ങളോട് കൂടിയ 3 നില മന്ദിരമാണ് ഈ ഒരു കൊട്ടാരം ഉള്ളത്. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പി. ഈ ഒരു കൊട്ടാരത്തിന് ഇന്നത്തെ ഒരു ഏകദേശ വില എന്ന് പറഞ്ഞാൽ 3000 കോടിയിലേറെ വില വരുന്നുള്ളതാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഇതിന് ഏകദേശം 42 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളൂ എന്നാണ് പറയണത്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഏറ്റവും ആകർഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ കൊത്തുപണികളും ശില്പങ്ങളും പിന്നെ അതിലെ ചിത്രങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് രവിവർമ്മയാണ്. ഈ കൊട്ടാരത്തിനകത്ത് 3 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? അത് 1 സോമേശ്വര ക്ഷേത്രം, 2 ലക്ഷ്മി നാരായണ ക്ഷേത്രം, 3 ശ്വേതവരാഹ ക്ഷേത്രം. ഇങ്ങനെ ഒരു 3 ക്ഷേത്രങ്ങൾ ഇതിനകത്തായിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ഒരു കൊട്ടാരം 1940 ഈ ഒരു കൊട്ടാരം നിലവിൽ വന്നത്. അതിൻ്റെ മുന്നേ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ടാരമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരു വിവാഹ ചടങ്ങിനിടെ തീപിടുത്തത്തിൽ അത് തടി കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് കത്തി നശിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു 1940 അതിനെ പുതുക്കി പണിത് ഒരുപാട് സ്ഥലങ്ങൾ വീണ്ടും അതിൽ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു മൈസൂർ പാലസ്. താജ്മഹൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഒരു മൈസൂർ പാലസ്. ഈ ഒരു കൊട്ടാര അലങ്കാരത്തിന് ഉപയോഗിക്കുന്നത് 1,00,000 ബൾബുകളാണ്. എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് ഈ ഒരു മൈസൂർ പാലസാണ്. ഈ കാണുന്നത് മൈസൂർ പാലസിലെ ലിഫ്റ്റാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. എങ്ങനെയായിരിക്കും അത് ആ കാലത്തിൽ ഇങ്ങനെ ഒരു ലിഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇത് മാത്രമല്ല ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ഈ ഒരു മൈസൂർ പാലസ് അത്ഭുതമായിട്ട് തന്നെ തോന്നും. അതിൻ്റെ ചിത്രപ്പണികൾ, അതിൻ്റെ വാസ്തുവിദ്യ, വാഡിയാർ കുടുംബത്തിനെ വരച്ച് വെച്ചിട്ടുള്ളത്, അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ദർബാർ ഹാളായാലും ഒക്കെ ഒന്നിനൊന്നിന് മെച്ചം തോന്നുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളാവും. പിന്നെ അവിടെ വെച്ചിട്ടുള്ള ഓരോ മിററുകൾ, നമുക്ക് നമ്മളുടെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയോളം വലിപ്പമുള്ള മിററുകളാണ്
ഓരോ റൂമിലായിട്ട് സ്ഥാപിച്ച് വെച്ചിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുക. പിന്നെ അവിടുത്തെ വെള്ളിയുടെ ചെയറുകൾ ഒക്കെ എല്ലാം നമുക്ക് അത്ഭുതം തന്നെയാണ്. പക്ഷേ അവിടെ ചെന്ന് നേരിട്ട് കാണുമ്പോഴേ നമുക്കത് ഫീലാവുള്ളൂ. നമ്മൾ ഏതൊരു പരിപാടിയായാലും നമുക്ക് ഏതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായാലും നമ്മൾ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക മൈസൂർ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും തോന്നും മൈസൂർ പാക്ക് മൈസൂർ എന്നുള്ള ആ ഇതായിട്ട് എന്തായാലും കണക്റ്റഡ് ആവും എന്നുള്ളത്. പിന്നെ ഇവിടുത്തെ കുക്കായിരുന്ന കാകസുര മാടപ്പ എന്നുള്ള ആളാണ് ഈ ഒരു പലഹാരം ആവിഷ്കരിച്ചിട്ടുള്ളതെന്നാണ് പറയണത്. ഇവിടുത്തെ അലങ്കരിച്ച സീലിങ്ങും ശില്പങ്ങളും തൂണുകളും ഉള്ള ദർബാർ ഹാള്, ഗ്ലേസ്ഡ് ടൈൽ ഫ്ലോറിങ്, താഴികക്കുടമുള്ള കല്യാണ മണ്ഡപം, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ ഏറെ പിടിച്ചു പറ്റുന്ന ഓരോ സ്ഥലങ്ങളാണ്. വളരെ സങ്കീർണമായ കൊത്തുപണിയുള്ള വാതിലുകൾ, സ്വർണ്ണ ഹൗഡ, പെയിൻറ്റിങ്സ്, രത്നം പതിപ്പിച്ച അതിശയകരമായ സ്വർണ്ണ സിംഹാസനം എന്നിവയൊക്കെ കൊട്ടാരത്തിൻ്റെ നിധികളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്തോ സാർസനിക് ശൈലിയിലുള്ള താഴികക്കുടങ്ങളാൽ മൂടപ്പെട്ട പ്രധാന പോയിന്റുകളിൽ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ചതുര ഗോപുരങ്ങളുണ്ട്. എലിഫൻ്റ് ഗേറ്റ് എന്നറിയപ്പെടുന്ന ആനെ ബാഗിലു കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്തേക്കുള്ള പ്രധാന കവാടമാണ്. ഇത് ശക്തിയെ പ്രതീകപ്പെടുത്തുന്നു. മൈസൂർ പാലസിന് പ്രധാനമായും 4 പ്രവേശന കവാടമാണുള്ളത്. പ്രധാന കവാടത്തിന് കിഴക്ക് ജയമാർത്താണ്ഡ എന്നും വടക്ക് ജയരാമ എന്നും തെക്ക് ബലരാമ എന്നും പടിഞ്ഞാറ് വരാഹ എന്നും പേരുണ്ട്. ദസറയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും ഒക്കെ അവിടെ ആ ഒരു സമയം അവധിയായിരിക്കും. അപ്പോൾ ഈ ഒരു ദസറ ആഘോഷങ്ങളിൽ പാവയെ പ്രദർശിപ്പിക്കുന്നതിനും അതിനെ ആരാധിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. അതാണ് ദി ഡോൾസ് പവലിയൻ എന്ന് അറിയപ്പെടുന്ന ഗോബെ തോട്ടി. ഈ ഒരു പാലസിൻ്റെ പ്രധാന കവാടത്തിൽ, അതായത് കൊട്ടാരത്തിലേക്കുള്ള നടപ്പാതകളുടെ ഇരുവശത്തും ബ്രിട്ടീഷ് ശില്പിയായിട്ടുള്ള റോബർട്ട് വില്യം കോൾട്ടർ എന്നയാൾ കൊത്തിയെടുത്തിട്ടുള്ള വെങ്കല കടുവകളുടെ രൂപങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് വെങ്കല കടുവകളുടെ രൂപം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.